മ്യാൻമറിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനത്തിന്റെ പ്രകമ്പനം ഇന്ത്യയിലും അനുഭവപ്പെട്ടു. മണിപ്പൂർ, പശ്ചിമബംഗാൾ, മേഘാലയ എന്നിവിടങ്ങളിലാണ് പ്രകമ്പനം ഉണ്ടായത്. മ്യാൻമറിലെയും തായ്ലൻഡിലെയും സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. അനൂപ് ദാസ് വിവരങ്ങൾ നൽകും. അനൂപ്, രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്ന്, മ്യാൻമറിലെ ദുരന്തം അത് എത്രത്തോളം വലുതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഒപ്പം തന്നെ ഇന്ത്യയിൽ പ്രകമ്പനം ഉണ്ടായത് എവിടങ്ങളിലൊക്കെയാണ്, എന്താണ് സംഭവിച്ചത്? മ്യാൻമറിലും തായ്ലൻഡിലും വലിയ തരത്തിലാണ് ഭൂചലനം ബാധിച്ചത്. 7.7 റിക്ടർ സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട് മ്യാൻമറിൽ. അതിനുശേഷം 12:50 ആദ്യത്തെ ഭൂചലനം ഉണ്ടായത്. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു ഭൂചലനം ഉണ്ടായി. 6.4 തീവ്രതയാണ് മ്യാൻമറിൽ ഈ രണ്ടാമത്തെ ഭൂചലനം തീവ്രത രേഖപ്പെടുത്തിയത്. സമാനമായി തന്നെ ബാങ്കോക്കിൽ ഉണ്ടായ, തായ്ലൻഡിൽ പ്രധാനമായും ബാങ്കോക്കിലാണ് ഈ ഭൂചലനം കാര്യമായി അനുഭവപ്പെട്ടത്. അവിടെ ഒരു വലിയ കെട്ടിടം തകർന്നു വീണു. 50ഓളം പേർ ഇതിനിടയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് നാട്ടുകാരെയും പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, 7 ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ബാക്കി 43-ലധികം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഈ കെട്ടിടത്തിന് ഉള്ളിൽ എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഈ പ്രദേശങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒപ്പം തന്നെ ഇന്ത്യയിൽ മണിപ്പൂരിലും ഒപ്പം തന്നെ കൊൽക്കത്തയിലും മേഘാലയയിലുമാണ് കാര്യമായി ഈ ഭൂചലനത്തിൻ്റെ ഒരു തുടർചലനം ഇന്ത്യയിൽ അനുഭവപ്പെട്ടത്. എന്നാൽ മേഘാലയയിൽ റിക്ടർ സ്കെയിലിൽ 4 രേഖപ്പെടുത്തി. പക്ഷേ കാര്യമായ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബംഗാളിലും ഒപ്പം തന്നെ മണിപ്പൂരിലും കാര്യമായ ചലനമല്ല, ചെറിയൊരു ഭൂചലനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ശരി, അനൂപാണ് വിവരങ്ങൾ നൽകിയത്.